കേരളത്തിലേക്ക് കൂടുതൽ ഈർപ്പമുള്ള കാറ്റെത്തുന്നു. അതിനാൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും. ഇതിന്റെ ഫലമായി അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും. അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ ഇനി പ്രതീക്ഷിക്കാം. അതെ, കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദ മേഖല കൂടുതൽ ശക്തിപ്പെടുന്നതിനോടൊപ്പം തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ മുന്നേറ്റത്തിനും അനുകൂല സാഹചര്യങ്ങളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ആഴ്ച അവസാനത്തോടെ ആൻഡമാൻ കടൽ മേഖലയിൽ കാലവർഷം പ്രവേശിക്കാനും സാധ്യത കൂടുതലാണ്. കേരളത്തിലെ മൺസൂൺ സീസണിലേക്കുള്ള പ്രധാന സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം വടക്ക് കിഴക്കോട്ട് നീങ്ങി കൂടുതൽ സംഘടിതമാകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ചക്രവാത ചുഴി അന്തരീക്ഷത്തിന്റെ മുകളിലത്തെ പാളികളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഈർപ്പമുള്ള കാറ്റ് കേരളത്തിലേക്ക് എത്തുകയാണ്. അതിനാൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്കും ഇടിയോടുകൂടിയ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷവും രാത്രിയിലുമായിരിക്കും മഴയുണ്ടാകുക. വടക്കൻ കേരളം മുതൽ മധ്യ കേരളം വരെയുള്ള മലയോര മേഖലകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നിരവധി നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിലേക്കുള്ള തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ഔദ്യോഗിക പ്രവേശനത്തിന് മുന്നേ തന്നെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. അറബിക്കടലിൽ ചില സമയങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കടൽസ്ഥിതിക്കും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. കടലാക്രമണ സാധ്യതയും കൂടുതലാണ്. പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂനമർദ്ദം അടുത്ത 2 മുതൽ 3 ദിവസങ്ങൾക്കിടെ വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് വളരെ പതുക്കെ നീങ്ങി ബംഗാൾ ഉൾക്കടലിൽ വെച്ചു തന്നെ ശക്തി കുറഞ്ഞ് ഇല്ലാതാകാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ മാറ്റമാണ് കേരളത്തിലെ മഴയുടെ സ്വഭാവത്തിലെയും വ്യത്യാസമുണ്ടാക്കിയതെന്നും വിലയിരുത്തപ്പെടുന്നു. സംസ്ഥാനത്ത് പകൽ മുഴുവൻ വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ കുറവാണെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുണ്ട്. ഉച്ചയോടെയും ഉച്ചകഴിഞ്ഞു മുതൽ രാത്രി വൈകിയും പുലർച്ചെയോടെയും മഴ ലഭിക്കാനാണ് സാധ്യത. ചിലയിടങ്ങളിൽ മാത്രം പകൽ സമയത്തും ഇടിയോടുകൂടിയ മഴ ലഭിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.